എന്തായാലും നാളെ രാവിലെ 14-ാം തീയതി മെയ് 14-ാം തീയതി വ്യാഴാഴ്ച ആ പ്രഖ്യാപനം വരും. ആരാകും മുഖ്യമന്ത്രി എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ടെൻഷൻ മൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ ആളുകളെ ഇരുത്തിയിട്ടുള്ള സന്ദർഭം ഇനി ഒരു ദിവസം കൂടി മുന്നോട്ട് പോകിയാൽ ഇപ്പൊ തന്നെ എല്ലാ ക്ഷമയുടെ നെല്ലിപ്പല ഒടിഞ്ഞു, പല ഒടിഞ്ഞു, പല താഴെ ഇല്ല. അപ്പൊ ആ പലയ്ക്ക് താഴോട്ട് പോയി. ഇപ്പോൾ കാർഗയുടെ വസതിക്ക് മുന്നിൽ നിന്ന് വിനീത വിജി വീണ്ടും ചേരുന്നു. വിനീത, ഇനിയിപ്പോ അമ്പാല് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇതുവരെ പറഞ്ഞതല്ല അമ്പാല്. തീർച്ചയായും എസ്കേൻ, പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്. ഇപ്രാവശ്യം ഒരു സ്ഥിരീകരണമുണ്ട്. നാളെ പ്രഖ്യാപിക്കുമെന്നുള്ളത് അവർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഇന്ന് ഉണ്ടായേക്കാം, അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ജയറാം രമേശിന്റെ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. മാധ്യമങ്ങളെ കണ്ട് ഖർഗെയെ കണ്ടതിന് ശേഷം അദ്ദേഹമാണെന്ന് കരുതുന്നു, അദ്ദേഹമല്ല, ഖർഗെയുടെ വസതിയിൽ വന്ന മറ്റൊരു വാഹനമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം ഇപ്പോഴും, ജയറാം രമേശ് ഇപ്പോഴും ഖർഗെയുടെ വസതിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം അല്പസമയം മുൻപ് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട് പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏതാണെങ്കിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് എവിടെ വെച്ച് ആ പ്രഖ്യാപനം നടത്തും, അതിന്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് വൈകാതെ തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും ചർച്ചകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അത് നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജയറാം രമേശ് അക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ എത്തി അന്തിമഘട്ട ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, ഈ മൂന്നിൽ മുഖ്യനാര് എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. പക്ഷേ നമുക്കതറിയാൻ നാളെ വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വിനീത വിജിയാണ് ഖർഗെയുടെ വസതിക്ക് മുന്നിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും നാളെ കേരളത്തിലാണോ ഡൽഹിയിലാണോ ഈ പ്രഖ്യാപനം എന്നറിയില്ല. നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരുന്നേ മതിയാവൂ. ഇത്ര നേരവും നമ്മൾ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. ഇത്രയും ദിവസങ്ങളായി. ദൂഷം എത്ര ദിവസമായി ആഷ്മി?